ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പണത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരു 4 കാര്യങ്ങൾ ചെയ്താൽ പണം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു പരിധിവരെ നമുക്ക് തടയാം. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ അല്ലേ? അറിയണ്ടേ? അപ്പം അതിനു മുമ്പായിട്ട് ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 4 കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ആദ്യത്തെ കാര്യമാണ് അനാവശ്യമായി വരുന്ന പണം സ്വീകരിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ആദ്യം കൈക്കൊള്ളേണ്ടത്. എന്താണ് അനാവശ്യമായി വരുന്ന പണം? നമ്മളിപ്പോൾ ഒരു വഴി കൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ 1 രൂപയോ 10 രൂപയോ 500 താഴെ കിടക്കുന്നുണ്ടാവും. എടുക്കരുത്. ഒരു കാരണവശാലും അത് എടുക്കരുത്. കാരണം അത് ആരിൽ നിന്നാണ് പോയിരിക്കുന്നത്, ചിലപ്പോൾ അയാളുടെ സങ്കടത്തിൻ്റെ ഒരു അംശം അതിലുണ്ടാവാം, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഒരു കാരണവശാലും വെറുതെ വരുന്ന പണം സ്വീകരിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ നമുക്ക് സന്തോഷം കൊണ്ട് തരുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ നമുക്ക് അറിയില്ല അതിലെത്രത്തോളം അവരുടെ സങ്കടവും ദേഷ്യവും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന്. ജൂനിയർ മാൻഡ്രക്ക് സിനിമ കാണാത്തവരാരും ഉണ്ടാവില്ല. ആ സിനിമ ഓടിക്കുന്നത് ഒരു പ്രതിമയിലൂടെയാണ് അല്ലേ? ആ സിനിമ നമ്മൾക്ക് തരുന്ന ഉപദേശം എന്താ? ഇപ്പോൾ അത് തരുന്ന ആൾ അയാളുടെ ദേഷ്യവും സങ്കടവും എല്ലാം വിചാരിച്ച് ആ ഒരു പ്രതിമയിൽ നിഷിബ്ധമായിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അവരുടെ സങ്കടങ്ങളും കടങ്ങളും നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് തരുന്ന ആളുടെ ഉള്ളിൽ സങ്കടമാണോ ദേഷ്യമാണോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആവശ്യമില്ലാതെയുള്ള ഉപഹാരങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഇനി മൂന്നാമത് ചെയ്യേണ്ട കാര്യം, മറ്റൊരാളുടെ ഐറ്റോ സാധനമോ പണോ എന്തു തന്നെയായാലും അവരറിയാതെ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കളവ് എന്ന് പറയും. കള്ളന്മാരാരെങ്കിലും നന്നായിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ മറ്റൊരാളുടെ എന്തു തന്നെയായാലും അവരറിയാതെ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ നിത്യവും ചെയ്താൽ ഒരു കാരണവശാലും പണം കൊണ്ടുണ്ടാകുന്ന ദുഃഖം നമ്മൾ തേടി വരില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് നാലാമത്തെ കാര്യം. വളരെ സിമ്പിളാണ്. എന്നും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളം കൈ ഒന്ന് ജസ്റ്റ് നോക്കി എഴുന്നേൽക്കുക എന്നാണ്. പറ്റില്ലേ? നിങ്ങളെക്കൊണ്ട് ചെയ്തു നോക്കൂ, ഫലം ഉറപ്പാണ്. ഉള്ളം കൈയിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ വസിക്കുന്നു എന്നതാണ് സങ്കല്പം. മനസ്സൊന്ന് സന്തോഷിച്ച് സന്തോഷത്തോടു കൂടി ഉള്ളം കയ്യിൽ നോക്കി എഴുന്നേക്കാൻ എത്ര നേരം വേണം? മറക്കരുത്, ഈ 4 കാര്യങ്ങൾ നിത്യവും നിങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, വെറുതെ വരുന്ന പണം സ്വീകരിക്കാതിരിക്കുക. 2, ആരിൽ നിന്നും വെറുതെ ഒരു ഉപകാരം സ്വീകരിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, മറ്റാരുടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അനാവശ്യമായിട്ട് അവരറിയാതെ എടുക്കാതിരിക്കുക, കളവ് ചെയ്യാതിരിക്കുക. നാലാമത്തെ കാര്യം, നമ്മുടെ ഉള്ളം കൈ നോക്കി എഴുന്നേൽക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.